കരുണയുടെ പ്രതിരൂപം ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആദരാഞ്ജലി. കരുണയും സ്നേഹവും നിറഞ്ഞ ഒരു പിതാവ്. വിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെ നാം ഹൃദയപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ കരുണയുടെ മുഖമുദ്രയായ പാപ്പായുടെ വിടവാങ്ങൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ദുഃഖത്തിലാഴ്ത്തുന്നു. 1936 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിന്റെ ഹൃദയത്തിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയോ ബാല്യത്തിൽ തന്നെ ആത്മീയതയുടെ വിളിനാദം കേട്ടയാളായിരുന്നു. ജെസ്യൂട്ട് സമൂഹത്തിൽ ചേർന്ന് അദ്ദേഹം 1969 വൈദികനായി അഭിഷിക്തനായി. പാവപ്പെട്ടവരോടുള്ള സ്നേഹവും ലാളിത്യവും അദ്ദേഹത്തെ പ്രത്യേകം വേറിട്ട് നിലനിർത്തി. 2013 ചരിത്രം സാക്ഷിയായി ജോർജ് ബർഗോളിയോ ആദ്യ ജെസ്യൂട്ട് പാപ്പയായി തിരഞ്ഞെടുത്തു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വിശ്വാസ സഭയുടെ പുതിയ തുടക്കമായി. ഫ്രാൻസിസ് പാപ്പ എന്ന പോലെ സ്നേഹവും ദയയും കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നടന്നത്. അത്യന്തം ലളിതമായ ജീവിതശൈലി, ഹൃദയസ്പർശിക്കുന്ന പ്രസംഗങ്ങൾ, വിവിധ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ എല്ലാം തന്നെ കരുണയുടെ സുവിശേഷമായിരുന്നു. ദൈവത്തിൻ്റെ നാമം കരുണയാണ്. പാപ്പായുടെ ഈ വാക്കുകൾ ലോകത്തിന് സന്ദേശമായി. 2015 അദ്ദേഹം പ്രഖ്യാപിച്ച ഇയർ ഓഫ് മേഴ്സി വലിയ ആത്മീയ പുനർജീവന് വഴിയൊരുക്കി. വിശുദ്ധ ഫൗസ്തീനയുടെ സന്ദേശങ്ങൾ അദ്ദേഹം അഗാധമായ മാന്യതയോടെയാണ് സ്വീകരിച്ചത്. പാപികളെയും പൊറുക്കുന്ന ദൈവത്തെ വിശ്വാസികൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം അതിവിശേഷമായി ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ സഭയ്ക്കും ലോകത്തിനും ആത്മവിശ്വാസം നൽകുന്ന മാതൃകയായി അദ്ദേഹം നിലകൊണ്ടു. ദയ, നീതി, സമാധാനം എന്നിവയുടെ ശബ്ദമായ അദ്ദേഹം സർവ്വജനങ്ങൾക്കായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ചിരിയും വാക്കുകളും കെട്ടിപ്പിടുത്തങ്ങളും ഇന്നും നമ്മെ ഉജ്ജ്വലമാക്കുന്നു. വിശുദ്ധ പിതാവേ, അങ്ങ് കടന്നുപോയെങ്കിലും അങ്ങയുടെ വഴികൾ നമ്മളിൽ തുടരും. ദൈവകരുണയുടെ ആഴങ്ങളിൽ അങ്ങയുടെ ആത്മാവിന് നിത്യവിശ്രമം ലഭിക്കട്ടെ. കൊച്ചി പൾസ് സ്നേഹത്തോടെയും ദൈവിക ആദരവോടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.